ചിലപ്പോൾ അല്ലെങ്കിൽ ഒരല്പം ഉപ്പ് കുറഞ്ഞു പോകാം. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ഇതെടുത്തിട്ട് അവിടെ മുഖത്തേക്ക് തട്ടലല്ല വേണ്ടത്. സ്നേഹത്തോടെ മാഷാഅല്ലാ നല്ല റാഹത്തായി നല്ല ടേസ്റ്റാണ്, അതിന്റെ മധുരങ്ങൾ കുറെ പറയുക. പറഞ്ഞതിന് ശേഷം അവസാനം വേണമെങ്കിൽ നമുക്ക് പറയാം എങ്ങനെ ഇനി മുതൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം, പഴയതുപോലത്തെ ഉപ്പല്ല ഇപ്പോഴത്തെ ഉപ്പ്. ഇപ്പോഴത്തെ ഉപ്പിന് ഇച്ചിരി ഉപ്പ് കൂടുതലാണ്, അതുകൊണ്ട് പഴയ അളവിന് ഇടണ്ട, ആ അളവ് ഒരല്പം കുറയ്ക്കണേ, എങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആകും. അവർക്ക് എന്തൊരു സന്തോഷമാകും. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളോടൊരു കാര്യം നമ്മൾ പറയുക, നമ്മുടെ മക്കളിക്കല് എങ്ങനെ പെട്ടെന്ന് എടുത്തോണ്ട് വരണം. ഈ ഒരു പറച്ചിന്റെ അതേ ശൈലി തന്നെ ഒന്നും മാറ്റിയിട്ട് നമ്മുടെ മക്കളോട് പറയാൻ പറ്റിയ മോനെ ഞാൻ എടുത്തോണ്ട് വരൂ, പെട്ടെന്ന് എടുത്തോണ്ട് വന്നാൽ നല്ലതായിരുന്നു. കാരണം വാക്കിക്ക് ഇന്നൊരു ആവശ്യമുണ്ട്. ആ മക്കൾക്ക് എത്ര സന്തോഷമാവും. രണ്ടും ഒരേ കൽപ്പനയാണ്, രണ്ടും ഒരേ കൽപ്പന. ആ സാധനം ഇവിടെ പെട്ടെന്ന് കൊണ്ടുവരണം, ഇത്രേ ഉള്ളൂ. ഒന്നെങ്ങനെ പറഞ്ഞത് പെട്ടെന്ന് ഇവിടെ കൊണ്ടുവരണം. അത് പറയുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ ഒരു വലിയ പാറ കല്ല് വെച്ച് ഒരു നെഞ്ചിന് ഇടിപെടുക്കുന്നത് പോലെയാണ്. അതേ ആവശ്യം അടുത്ത ശൈലി നമ്മൾ പറഞ്ഞ എങ്ങനെ ഒരു റോസാപ്പൂ ഇട്ട് അവന്റെ മുഖത്ത് തലോടുന്നത് പോലെ മോനെ തന്നെ എടുത്തോണ്ട് വരുമോ, ബാക്കിക്ക് ഒരു അല്പം ആവശ്യമുണ്ട്, ധൃതിയുണ്ട്, പെട്ടെന്ന് കൊണ്ടുവന്നാൽ നല്ലതായിരുന്നു. അത് കേൾക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളിലും പ്രിയമുള്ളവരെ സ്നേഹം കൊടുത്ത് നമ്മൾ സ്നേഹം വാങ്ങണം. അതല്ല നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്. ഇപ്പൊ നമ്മളെ എന്നെ പോലത്തെ ആൾക്കാർക്കൊക്കെ നമുക്ക് മനസ്സിലാക്കാം, പഴയ ഒരു ജനറേഷൻ ഉണ്ടാകാതെ. ഇപ്പോ പഴയ കാലത്ത് നമ്മുടെ ഉമ്മമാരുടെ സ്വഭാവം എങ്ങനെയാണ്? മിക്കവാറും പെണ്ണിട്ടുള്ള ഞാനൊക്കെ വാങ്ങിച്ചിട്ടുള്ളതാ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ തെങ്ങിന്റെ മടല് കാണും. ആ മടൽ ഇങ്ങനെ കീറിവിടും. എന്തിനു വേണ്ടി? ഗ്യാസ് ഇല്ല, അന്ന് കറണ്ട് അടുപ്പും ഇല്ല, വീട്ടിൽ ബൾബും ഇല്ല, മണ്ണെണ്ണവിളക്കാണ് കത്തിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ചന്തയ്ക്ക് രണ്ട് തരണമെങ്കിൽ അവർക്ക് ചൂരിലൊന്നും വാങ്ങാൻ പൈസ ഇല്ല. അതിന്റെ കീറിയിരിക്കുന്ന മടല് കാണും. ആ മടലൊന്നും തൂക്കിയെടുത്തോണ്ട് വരിക, നമ്മുടെ മുതുകത്തിന് രണ്ടൊക്കെ തരിക. ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. മക്കളും ആവശ്യം പോലുണ്ട്, 5-6 മക്കൾ എല്ലാവരും ഉണ്ട്. ഇതൊക്കെ കൊണ്ടും കേട്ടൊക്കെയാണ് നമ്മൾ വളർന്നത്. പക്ഷെ ഇപ്പോഴത്തെ പുതിയ തലമുറ അങ്ങനെയല്ല. പുതിയ തലമുറ ഇതൊന്നും കണ്ടും കേട്ടും വളർന്നവരല്ല. അതുകൊണ്ടാണ് ഇപ്പൊ ആത്മഹത്യ കൂടുന്നത്. എന്തെങ്കിലും ചെറിയ പ്രശ്നമാകുമ്പോൾ അപ്പോഴേ പോയി ആത്മഹത്യ ചെയ്യുക. കാരണം എന്ത്? അവർ ഈ ചൂടാകലും ഈ പറഞ്ഞ പോലെ ശകാരിക്കലും ഒന്നും കേട്ട് വളർന്നവരല്ല. പരിശുദ്ധ റമദാനുമായിട്ട് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സ്വഭാവത്തിനോട് ഇൻഷാ അല്ലാഹ് റമദാൻ പറഞ്ഞല്ലോ, മൊത്തത്തിൽ നമുക്കൊരു മാറ്റത്തിന്റെ റമദാനാകണം. ആ മാറ്റത്തിന്റെ റമദാൻ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ തീരുമാനമെടുക്കണം. ഞാൻ അൽഹംദുലില്ലാഹ് ഉറച്ച തീരുമാനമെടുത്ത ആളാണ്. എങ്ങനെ? ജീവിതത്തിൽ എന്റെ ഭാര്യയെ ഞാൻ തല്ലില്ല. വർഷം എത്രയോ കഴിഞ്ഞു, ഇന്നും അഭിമാനത്തോടെ പറയാൻ സാധിക്കും, ഇല്ല ഞാൻ എന്റെ ഭാര്യയെ തല്ലിയിട്ടില്ല. പ്രിയമുള്ളവർ, ഇതുപോലെ നമുക്ക് പറയാൻ സാധിക്കണം. പക്ഷെ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ പലപ്പോഴും തല്ലിയിട്ടുണ്ടാകും. ഇനി നമുക്ക് പറയാം 2026 റമദാന് ശേഷം, ഇല്ല ഞാൻ എന്റെ ഭാര്യയെ തല്ലിയിട്ടില്ല. കാരണം തല്ലുന്ന ഒരു അവസ്ഥ വരുത്തിയിട്ടില്ല. ആ നില നമ്മൾ ഇടപെടലാണ്.